അരുൺ, നാളെയാണ് കോൺഗ്രസ് നേതാക്കളുടെ യോഗം ദില്ലിയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് നിലവിലത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും നിലവിൽ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് അമിത ഇടപെടൽ നടത്തുന്നു എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കെ.സി. എന്താണെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായിരിക്കും നാളെ 4 മണിക്ക് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക. കേരളത്തിലെ സംഘടനാ കാര്യങ്ങളടക്കം കൃത്യമായ മാറ്റം ഉണ്ടാകും എന്ന് നേതാക്കളെ അറിയിക്കുക മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായിരിക്കും എന്ന ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ആ യോഗത്തിൽ കെ.സി. വേണുഗോപാൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കെ.സി. വേണുഗോപാലിന്റെ താല്പര്യങ്ങൾ യോഗത്തിനെ സ്വാധീനിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്താണെങ്കിലും കെ.സി. വേണുഗോപാൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ നേതാക്കൾ ഒരുപക്ഷെ കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച അതിനുശേഷം നടത്താനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ നേതാക്കൾ അദ്ദേഹത്തെ വസതിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ കണ്ടേക്കും എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ച നേതാക്കളുടെ യോഗത്തിൽ കെ.സി. വേണുഗോപാൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ വിവരം ഉള്ളത്. അത് തീർച്ചയായും പല ഘട്ടങ്ങളിലും ഈ കേരളത്തെ താല്പര്യങ്ങൾ അത് നേതാക്കളുടെ താല്പര്യത്തെക്കാൾ കൂടുതൽ കെ.സി. വേണുഗോപാലിന്റെ താല്പര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പല കോണുകളിൽ നിന്നും പല ഘട്ടങ്ങളിലും വിമർശനം വന്നതാണ്. കെ.സി. സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിമർശനമൊക്കെ പലയിടത്തും ഉയരുകയൊക്കെ ചെയ്തതാണ്. എന്താണെങ്കിലും നിലവിലത്തെ ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനം പൂർണ്ണമായും ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചേർന്നെടുക്കുന്നതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കെ.സി. വേണുഗോപാൽ ബുദ്ധിപൂർവ്വം ഒരു നിലപാടെടുക്കുകയാണ്. കാര്യം ഏതെങ്കിലും തരത്തിൽ KPCC അധ്യക്ഷനെ മാറ്റുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാവുകയും DCC അധ്യക്ഷൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാവുകയും ചെയ്താൽ അതിൽ കെ.സി. വേണുഗോപാലിന്റെ പേര് പറയരുത് എന്നുള്ളതേ കെ.സിക്കുള്ളൂ. കാര്യം കേരളത്തിൽ പെട്ടെന്ന് തന്നെ കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലാണ് ഈ നീക്കിയതിന് എന്നെ പിന്നിൽ ആളുകൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കെ.സിക്ക് എനിക്ക് ഇതിനകത്ത് റോളില്ല എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേശീയ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ ചേർന്നെടുക്കുന്ന തീരുമാനമായി തന്നെ ഈ തീരുമാനം പുറത്തേക്ക് വരാനാണ് സാധ്യത. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പുതിയ KPCC അധ്യക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനം വരുമ്പോൾ അതിൻ്റെ തൻ്റെ ഒരു ഇടപെടൽ, തൻ്റെ സ്വാധീനം അതിലുണ്ടായി എന്നൊരു തരത്തിലും വരരുതെന്ന് കെ.സിക്ക് നിർബന്ധമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് അസാമിന്റെ, അതായത് കേരളത്തിനോട് സമാനമായി തന്നെ അസാമിന്റെ നേതാക്കളെയും വിളിച്ച് ഇന്ന് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പക്ഷേ സംഘടനാ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാതെ വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടൽ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് എന്താണെങ്കിലും പുതിയ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ മറ്റ് പങ്കുകളോ അല്ലെങ്കിൽ ഇടപെടലുകളോ ഇല്ല എന്ന് വ്യക്തമാക്കാനായിരിക്കും കെ.സി. വേണുഗോപാൽ ശ്രമിക്കുന്നത് എന്ന് വേണം ഈ വിട്ടുനിൽക്കൽ നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.